ഹലോ, ഞാൻ ഫിജി തോമസ്. ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയം വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബിൽ അവതരണവും അതിലെ ഭേദഗതി നിർദ്ദേശങ്ങളും ഒക്കെയാണ്. ഇത് സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിനും പ്രതിപക്ഷത്തിനും ഒക്കെ വലിയ ആശങ്കയാണ്. ഇത് പ്രതിപക്ഷം വളരെ ശക്തമായി ഈ ഒരു ആശങ്ക പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ചെയ്തു. ഇത് ഭരണഘടനയ്ക്കപ്പുറത്താണ് ഈ ഭേദഗതികൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ വിഭാഗത്തിന് ഉതകുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഉതകുന്ന ഭേദഗതികളാണ്, അവരുടെ ഉന്നമനത്തിനും പുരോഗതിക്കുമുള്ള ഭേദഗതികളാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തെ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ, ഭേദഗതികൾ വന്നിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ വാദിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ സാമ്പത്തികവും അതുപോലെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി, അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവസ്ഥയെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുന്നതിനായി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നിയോഗിച്ച ഒരു ഉന്നതാധികാര സമിതിയാണ് രജീന്ദർ സച്ചാർ സമിതി, ദ രജീന്ദർ സച്ചാർ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഒരു റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ നൽകിയത്. ഇത് 2005 മാർച്ച് 9 ഈ കമ്മിറ്റി നിലവിൽ വന്നത്. പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്ന് ടേംസ് ഓഫ് റെഫറൻസുമായി ലഭ്യമായി 20 മാസത്തിന് ശേഷം 2006 നവംബർ 30 ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ച ഈ വിവരണം 43 പുറങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശുപാർശകളും പരിഹാര നടപടികളും ആണ് പ്രധാനമായും ഈ ഒരു വിവരണം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്ന നിർദ്ദേശങ്ങൾ, കണ്ടെത്തലുകൾ എന്നാണ് നോക്കാം. അതിൻ്റെ ഒരു ശുപാർശകളുടെ സംഗ്രഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ. ഒന്നാമത്തത്, സ്ഥിതി സമത്വവും അവസര സമത്വവും ഉണ്ടാക്കുന്നതിനും വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഈ കമ്മിറ്റി ആദ്യം ഒരു നിർദ്ദേശമായി വന്നിരിക്കുന്നത്. അടുത്തത്, എല്ലാ സാമൂഹ്യ മതവിഭാഗങ്ങളെയും കുറിച്ചുള്ള പ്രസക്ത വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു നാഷണൽ ഡേറ്റാ ബാങ്ക് സ്ഥാപിക്കുക എന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. അടുത്ത പരിശോധിക്കാം. ഒരു സ്വയംഭരണ അധികാരാവകാശമുള്ള അസസ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരിക്കുക. മറ്റൊന്ന്, അവഗണിക്കപ്പെട്ട മുസ്ലിം വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്നതിനായി ഒരു അവസര സമത്വ കമ്മീഷൻ രൂപീകരിക്കണം. ഇങ്ങനെ അതോറിറ്റിയും കമ്മീഷനും ഒക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകണം. അത് പഠന വിജയമാക്കണം. അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനം. സംവരണ മണ്ഡലങ്ങളെ പോലെ മണ്ഡല പുനർനിർണയത്തിലൂടെ അസന്തുലിതത്വം ഒഴിവാക്കണം എന്ന് ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നു. അടുത്തതായി, സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിനായി പ്രക്രിയകൾക്ക് തുടക്കമിടുകയും അത് സ്ഥാപനവൽക്കരിക്കേണ്ടതും ഉണ്ട് എന്ന് പറയുന്നു. അടുത്തതിലേക്ക് എത്തിയാൽ, ഈ UGC പണം നീക്കിവെക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായും നിർദ്ദേശം വരുന്നത്. കോളേജുകൾക്കും സർവകലാശാലകൾക്കും UGC പണം നീക്കിവെക്കുമ്പോൾ അതിലൊരു ഭാഗം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ബഹുസ്വരതയുമായി ബന്ധിപ്പിച്ചിട്ട് ഉള്ളതാവണം. അതിനായി ഒരു മാർഗം ആരായണം എന്ന് ഒരു നിർദ്ദേശമായി വന്നിരിക്കുന്നു. മറ്റൊന്നിലേക്ക് പോയാൽ, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യമൊരുക്കുന്നതിന് മുൻഗണന നൽകണം. പെട്ടെന്ന് പറഞ്ഞു പോകാം. അടുത്തത്, സാധാരണ വാണിജ്യ ബാങ്കുകളുടെ ഇടപാടുകളിൽ മുസ്ലിം സമൂഹത്തിന്റെ പങ്കാളിത്തവും ഇടപാടും മെച്ചപ്പെടുത്തുന്നതിനായി നയപരമായ തീരുമാനങ്ങൾക്ക് തുടക്കമിടണം. അങ്ങനെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, സാമൂഹ്യം, സാമ്പത്തികം, അങ്ങനെയാണ് ഈ ബാങ്കുകളുടെ കാര്യം വരുന്നത്. അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെ സ്കിൽ ഡെവലപ്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി സമൂഹത്തിലുള്ള അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ സഹായിക്കുന്നത് ഊർജിതപ്പെടുത്തണം. സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായി വരുന്നത്. മുസ്ലിങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്ക് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായി സാമ്പത്തികവും മറ്റുമായ പിന്തുണ നൽകണം. സാമ്പത്തിക പിന്തുണ നൽകി മുസ്ലിം വിഭാഗങ്ങളെ ഉന്നതിയിലേക്ക് ഉയർത്താം. അവർക്ക് സാമ്പത്തികമായി കൈത്താങ്ങാകണം എന്ന് പറയുന്നു. സംവരണത്തിനായി സമിതി ശുപാർശ ചെയ്യുന്നില്ലെങ്കിലും, ഇക്കാര്യത്തിൽ ഒരു സംവരണം വേണ്ട എന്നാണ് സമിതി പറയുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം വരുന്നില്ല. എങ്കിലും ഹിന്ദു സമൂഹത്തിലെ പട്ടിക പിന്നോക്ക വിഭാഗത്തെ പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അതേ അവസ്ഥയിലുള്ള തൊഴിൽപരമായും സാമൂഹികമായും ഉള്ള വിഭാഗങ്ങളെ മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റായി തിരിച്ച് അവർക്ക് ഹിന്ദു സമൂഹത്തിലെ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അതേ പരിഗണനകൾ നൽകണം. അതായത് മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന പട്ടികയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അങ്ങനെ തരംതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ, സൗകര്യങ്ങൾ, കൂടുതൽ ആനുകൂല്യങ്ങൾ, മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഈ വിഭാഗം മാറും എന്നുള്ളതാണ് കാണേണ്ടത്.
ഇതിനാണ് സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായ അവസ്ഥകൾ കണ്ടെത്തുന്നതിനും അതിൽ മികവാർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനും ഈ മുസ്ലിം വിഭാഗത്തെ കൊണ്ടുവരാനുള്ള ശുപാർശകളാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ഇതാണ് സംഭവം. ഓക്കെ, വീണ്ടും കാണാം.